വെട്രിമാറിൻ്റെ സിനിമകളുടെ സ്പെഷ്യാലിറ്റി അറിയാലോ, റിച്ച് ഇൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതേ ഒരു പ്ലസ് തന്നെ ഒരു സിനിമയെ അപ്ഡേറ്റ്സ് ആയിട്ട് വായിച്ചാൽ എങ്ങനെ ഇരിക്കും. അതാണ് വിടുതലൈ 2 കണ്ടപ്പോൾ തോന്നിയത്. വിടുതലൈ 2യുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡയലോഗ്സ് ആഫ്റ്റർ ഡയലോഗ്സ് ആഫ്റ്റർ ഡയലോഗ്സ്. അതായത് നമ്മളിങ്ങനെ ഒരു സിനിമയിൽ ഒരു കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഷോട്ടുകളിലൂടെ സിനിമ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ആ സിനിമയെ അബ്സോർബ് ചെയ്യുന്നത് ആസ് ഓഡിയൻസ്. നമുക്ക് ആ ഒരു പോസ് കിട്ടണം. അപ്പോൾ വിടുതലൈ 1ൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അതായിരുന്നു. കുമരേശൻ, സൂര്യ ചെയ്ത കുമരേശൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു 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 ഇവഞ്ച്വലി ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ട്രാൻസിഷൻ ചെയ്ത് വരുന്നത് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അതായത് അവിടെ നിൽക്കുന്ന സോഷ്യൽ പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ് ഒന്നും അറിയാത്തൊരു സാധാരണ ഒരു പോലീസുകാരൻ്റെ ഒരു ട്രാൻസിഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പേസ് വിടുതലൈ 1ന് ഉണ്ട്. വിടുതലൈ 2-ലെത്തുമ്പോഴേക്കും ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട്, അതായത് ഇൻസിഡൻസ് ആയാലും ഡയലോഗ്സ് ആയാലും ഓവർലോഡഡ് ആയതുകൊണ്ട് ഓഡിയൻസിൻ്റെ ഫോക്കസ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഓഡിയൻസിൻ്റെ ഫോക്കസ് റീറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സിനിമയ്ക്ക് പറ്റുന്നില്ല. ഇനി സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ ആക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇപ്പോൾ നമ്മളുടെ വിജയ് സേതുപതി ഈസ് ബാക്ക്. അതാണ് വിജയ് സേതുപതിയുടെ ഒരു ആക്ടിങ്ങിൽ ആ കാലത്തെ ഒരു പൊളിറ്റിക്കൽ റെവല്യൂഷണറി ലീഡറിൻ്റെ ബോഡി ലാംഗ്വേജ്, സ്പീച്ച് പാറ്റേൺ, അതുപോലെ കുടുംബത്തോടുള്ള സ്നേഹം, ഒപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരേനോ അവരെ രക്ഷിക്കാനുള്ള ആ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ്, ഇതെല്ലാം വിജയ് സേതുപതി ഈ ക്യാരക്ടറിലൂടെ, ഈ പെരുമാൾ അല്ലെങ്കിൽ വാദിയാർ എന്നുള്ള ക്യാരക്ടറിലൂടെ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വേറൊരു ക്യാരക്ടറാണ് രാജീവ് മേനോൻ ചെയ്ത ചീഫ് സെക്രട്ടറിയുടെ റോള്. ടു ഗുഡ്, ഒരു പുതിയൊരു ഇതാണ്. അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോർട്രേലായിട്ട് തോന്നി. പിന്നെ മഹാലക്ഷ്മിയായിട്ട് വരുന്ന മഞ്ജു വാര്യരും ഓക്കെയാണ്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ലുക്സിൽ അതുപോലെ ഒരാൾ അങ്ങനെ ഉണ്ടാവുമോ, ആ സമയത്ത് ഉണ്ടാവുമോ എന്നൊരു സംശയം തോന്നാം, പക്ഷെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പിന്നെ KK, അതായത് ഒരു പൊളിറ്റിക്കൽ മെൻറ്ററിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ടിപ്പിക്കലായിട്ടുള്ള പോർട്രേയിലാണ് കിഷോർ വരുന്നത്. പക്ഷേ കിഷോർ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ ഒരു ക്യാരക്ടറിൻ്റെ കാര്യം വരികയാണെങ്കിൽ വിടുതലൈ 2-ൽ സംഭവിച്ചത്, ആ ക്യാരക്ടർ അങ്ങ് സൈഡ് ലൈൻഡ് ആവുന്നുണ്ട്. മറ്റ് പോലീസുകാരുടെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു കുമരേശൻ്റെ നറേഷനിലൂടെ പോകുന്ന ഒരു മൊത്തം സിനിമയാണ് പിന്നെ വിടുതലൈ 2. പക്ഷേ ക്യാരക്ടറിന് പഞ്ചില്ല. എൻ്റെയൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സറണ്ടറിങ് കാണാം. അതായത് നമ്മളുടെ പിന്നെ പെരുമാളും സറണ്ടർ ചെയ്യുന്ന പോലെ തന്നെ വിടുതലൈ 2-ഉം എൻഡിലെത്തുമ്പോൾ സറണ്ടർ ചെയ്യുന്നൊരവസ്ഥയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സിനിമയുടെ എൻഡ് പഞ്ചൊക്കെ വളരെ പോറായിട്ടാണ് ഫീൽ ചെയ്തത്. കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, സിനിമ ഒന്ന് ഒതുക്കി ഒരു പോസൊക്കെ എടുത്ത് ചെയ്തിരുന്നെങ്കിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന, വളരെ നല്ല അംബിഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. കറക്റ്റ് കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. പക്ഷേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടിയും ഇഫക്റ്റീവായിട്ട് ഓഡിയൻസ്